ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ്. ഓണമൊക്കെ കഴിഞ്ഞു. ഇതിപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇടുന്നത്. കുറച്ച് തിരക്കായിപ്പോയി, എഡിറ്റ് ചെയ്യണം, പിന്നെ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എടുത്തതല്ലേ വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതി കഷ്ടപ്പെട്ടെടുത്തതാണ്. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തിരുവോണത്തിൻ്റെ തലേ ദിവസം പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണിത്. അപ്പം ഞാനിതിൽ എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഞാനും ജോസഫേട്ടനാണ് ആദ്യം പോയത്. നമ്മുടെ കാട്ടാക്കട വിസ്മയ ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ ആദ്യം വിട്ടത്. അപ്പം അമ്മ പിന്നെ ബാക്കിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയില്ല. അറിയാമെന്നുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. ജോസഫേട്ട എടുത്ത് വെച്ചിട്ട് എന്തൊരു സാധനം, ഇതെന്നാ സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പരിപ്പ് എന്തൊക്കെയൊക്കെ എടുത്തു. എന്തൊക്കെയൊക്കെയെന്നല്ല, എൻ്റെ മൈൻഡിലുണ്ട് എനിക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് അമ്മ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അമ്മയും കൂടെ എത്തുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഒരു ഓണ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഗ്രോസറി പർച്ചേസിങ്, പിന്നെ ഈ മലക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത്, പച്ചക്കറി, അത് പിന്നെ വീട്ടിലെ സാധനങ്ങൾ എനിക്കിങ്ങനെ കുറേ അത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്കിങ്ങനെ സമയമെടുത്ത് ഇങ്ങനെ നോക്കിയെടുത്ത് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. അതാകുമ്പോഴത്തേക്കും നമുക്ക് ആരുടെയും ശല്യമില്ലെന്നല്ല, കൂടെ ഇപ്പോൾ ജോസഫേട്ടൻ വന്നു കഴിഞ്ഞാൽ ജോസഫേട്ടൻ വെപ്രാളം കാണിക്കും. അത് പൊതുവെ എല്ലാ ബോയ്സും എല്ലാ ഹസ്ബൻഡുമാരും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രദറും സിസ്റ്ററുമാണ് പോകുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും വെപ്രാളം കാണിക്കുക. സമയമായി അതാണ് അവരുടെ ഉള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഒരു ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടം ഒറ്റയ്ക്ക് തന്നെ പോകാനാണ്. പിന്നെ എന്നിരുന്നാലും എനിക്ക് ജോസഫേട്ടനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒപ്പം നിൽക്കണം, എൻ്റെ എന്താണ് നമ്മുടെ ടൈമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഒരു ലീവൊക്കെ എടുത്ത് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ജോസഫേട്ടന് ഉച്ചയ്ക്ക് ശേഷം വേറെ കുറച്ച് തിരക്കും കാര്യമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ചെറിയ എന്തൊക്കെ കോപ്രായം കാണിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് വെപ്രാളമായി പോയി. അപ്പോഴത്തേക്കും അമ്മ വന്നതുകൊണ്ട് പിന്നെ ജോസഫേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങാനായിട്ട് ഒരു നേരം എടുക്കും, ഒരു 1 മണിക്കൂറെങ്കിലും എടുത്തിരിക്കും. എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ 2 മണിക്കൂറിൽ കൂടുതൽ എന്തോ ആയെന്ന് തോന്നണം കേട്ടോ. കാരണം ഒത്തിരി ഓഫറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ഓഫറിലുള്ള കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഓണത്തിന് ഇപ്പോഴൊക്കെ വാങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഒരു മാസം 2 മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഈ വീട്ടിൽ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ സർഫും അതിനൊക്കെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇത് പിന്നെ നമ്മുടെ ബോളി ഓണത്തിനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ജോസഫേട്ടൻ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകണം എന്നുള്ളത് തിരക്കായതുള്ളതുകൊണ്ട് പിന്നെ ജോസഫേട്ടൻ പിന്നെ പോയി. പിന്നെ ഞാനും അമ്മയായിരുന്നു. പിന്നെ എന്നെ പോലെ തന്നെയാണ് അമ്മയും, അതെല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മയും കുറച്ചിങ്ങനെ സമയമൊക്കെ ആലോചിച്ചൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറികളും നമ്മൾ ആദ്യം അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, നമുക്ക് പച്ചക്കറികൾ നമുക്ക് എന്തായാലും ഹൈപ്പറിൽ നിന്ന് എടുക്കണ്ട, കാരണം അവിടെ ഒത്തിരി ഇങ്ങനെ ഉണ്ടാവില്ല, എല്ലാം അങ്ങനെ കുറച്ച് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നതല്ലേ. അതിനെക്കാട്ടി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പുറത്ത് നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു പച്ചക്കറി കടയുണ്ട്, അവിടെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ അല്ലറ ചില്ലറ ഇല്ലാത്ത തോരൻ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കല്ലാതെ വാങ്ങാൻ തരുത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നല്ല കറിവേപ്പിലയും മല്ലിയിലും പുതിനയിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തു. പിന്നെ തക്കാളി, തൈര്, പിന്നെ നമ്മുടെ ടിഷ്യൂ, പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, ആ വക സാധനങ്ങളൊന്നും എടുത്തില്ല, കാരണം വീട്ടിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു അമ്മ. പിന്നെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ, പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പാൽപ്പായസമാണ്, സേമിയ പായസമാണ് ഇവിടെ എല്ലാവർക്കും അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സേമിയയാണ്. അതുപോലെ ജോസഫേട്ടന് സേമിയ പായസമേ കഴിക്കുള്ളൂ, അട കടല അതൊന്നും കഴിക്കില്ല. എനിക്ക് സേമിയം അല്ലെങ്കിൽ എനിക്ക് കടല എനിക്കിഷ്ടമാണ്. അട കഴിക്കും, പക്ഷേ അത്ര വലിയ അങ്ങ് ഫേവറേറ്റ് ഒന്നുമല്ല. അപ്പം എന്തായാലും സേമിയ നമുക്ക് മറ്റേ ട്രഡീഷണൽ രീതിയിൽ വെക്കാനൊന്നും അറിയാമെങ്കിലും അതിന് സമയം ഒത്തിരി എടുക്കും. അതിനെക്കാട്ട് നല്ലത് നമുക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ പാലൊഴിച്ച് അതിങ്ങോട്ട് തിളപ്പിക്കുക. ഓക്കെ, പായസമായി. അപ്പം അതും ഓഫർ ഉണ്ടായിരുന്നു, എന്തോ ബൈ 2 ഗെറ്റ് 1 ഫ്രീ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. പൊതുവേ എല്ലാവർക്കും എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. തിരക്കുള്ളിടത്ത് എല്ലാവർക്കും ഇങ്ങനെ നടക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര, ചിലവർക്കൊക്കെ അങ്ങനെ ഉണ്ട്, എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അതെങ്ങനെ ഇഷ്ടപ്പെടണത്, അങ്ങനെയൊന്നും ഇഷ്ടമില്ല, തിരക്കിൻ്റെ ഇടയിൽ കൂടെ വലിഞ്ഞ് കയറി അങ്ങനെ ഇങ്ങനെ. പക്ഷേ എനിക്കുണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം തിരക്കുള്ള നമ്മുടെ ഈ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകാനാണ് എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്തോ എനിക്കിങ്ങനെ ക്രൗഡിൽ ഇങ്ങനെ നടക്കാനും എനിക്ക് ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ ഇത് വന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു വലിയ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ഈ കുക്കീസ് എന്തോ കോക്കനട്ടിൻ്റെ എന്തോ ഒരു ഫ്ലേവർ ഉള്ളതാണെന്ന് മനസ്സിലായി കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ അതെടുത്തു. വീട്ടിൽ പിള്ളേരൊറ്റയ്ക്കാണ്, പിള്ളേരുടെ കൂടെ കസിൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണേന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അമ്മയോട് ഞാൻ പറയണം, അമ്മ ഒന്ന് ചിരിക്കുമ്പോൾ ചിരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും അമ്മ ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ ഡയലോഗ് അടിച്ചപ്പോഴത്തേക്ക് എന്തോ പറയുന്നതാണ്. ഇതെന്തോ ഓഫറിൻ്റെ നമ്മുടെ ആ ഒരു കോക്കനട്ടിൻ്റെ ഇതുണ്ടല്ലോ, ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ അതിൻ്റെ ഒരു ഡെക്കറേഷനാണ്. എൻ്റെ ഭംഗി കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം. എനിക്ക് കുക്കീസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം കഴിക്കുന്നത് കുറവാണ്. ഭയങ്കര കുറവെന്നല്ല, എന്നാലും കൊതി കൊണ്ട് കഴിച്ച് പോകും. അപ്പം ഞാൻ വെറുതെ അതൊക്കെ നോക്കി ഇങ്ങനെ കൊതിച്ചിങ്ങനെ നടക്കുകയാണ്. പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുമെന്ന്. എന്തായാലും വർഷത്തിലൊരിക്കലുള്ള ഒരു ആഘോഷമല്ല, അപ്പോൾ എന്തായാലും മാക്സിമം അത് എല്ലാവരും ആഘോഷിക്കും. അപ്പം എൻ്റെ ഓണം ഞങ്ങളും അടിച്ച് പൊളിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് നല്ല ലേറ്റായി പോയത്. എന്നിരുന്നാലും കുഴപ്പമില്ല. എൻ്റെ വീഡിയോ കാണുന്ന എനിക്കിപ്പോൾ ഒരു 104 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. അതിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് തന്നെ ഞാനിവിടെ കിടന്ന് വീട്ടിൽ കിടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു. എനിക്കതിനെ വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ ഇതിൽ പകുതി പേര് ചിലപ്പോൾ എനിക്കിതിൽ അറിയാമെന്നുള്ളവരും കാണും, അറിയാത്തവരും കാണും. അപ്പോൾ എനിക്ക് അറിയാമെന്നുള്ളവർ കണ്ടിരുന്നാലും അറിയാത്തവർ കണ്ടിരുന്നാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒരു 100 ആയിരുന്നാലും ഒരു 10 പേരായിരുന്നാലും 2 പേരായിരുന്നാലും ഇല്ലേ, അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇനി ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കും അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുത്ത വീഡിയോ എനിക്ക് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടെടുത്തതാണ് തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അപ്പോൾ എന്തായാലും ഇടാമെന്ന് കരുതി. കാണാൻ ചിലപ്പോൾ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. എനിക്ക് പൊതുവേ ഞാൻ മറ്റുള്ള യൂട്യൂബ് വീഡിയോസിനെ ഏറ്റവും കൂടുതൽ കാണുന്നതും എനിക്ക് പർച്ചേസ് ചെയ്യുന്ന ഈ ഗ്രോസറി വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ മലയാളിയുടെ മിക്ക യൂട്യൂബ് വ്ളോഗ്സും കാണുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഞാൻ കാണാറുണ്ട്. സബ്സ്ക്രൈബറും ആണ് ഞാൻ മറ്റുള്ളവരുടെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വിസ്മയ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നല്ല വലിയൊരു ബില്ലും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അത് കണ്ട് അന്തം വിട്ടു. ഓക്കെ, പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് പച്ചക്കറി കടയിലിട്ട് വിട്ടു. ഇതാണ് MR പപ്പടം. ഈ പപ്പടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ പപ്പടം ഞാൻ ഏതൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പപ്പടം ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു പപ്പടത്തിലോട്ട് ഞാൻ പോകത്തുള്ളൂ. എനിക്ക് ആ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളുണ്ട്. ഓട്ടോയിലാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് ഇതാണ്ട് ഇത് ഈ വെജിറ്റബിൾ കടയിൽ നിന്നാണ് നമ്മൾ കാട്ടാക്കട TS വെജിറ്റബിൾസ്. ഈ കടയുടെ പേര് ഞാൻ ഇതാണ്ട് ഇപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്യേണ്ടത്. നമുക്ക് പേരും ഞങ്ങൾ നോക്കാറില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇതാണ്ട പുളിശ്ശേരിക്കുള്ള നമ്മുടെ പൈനാപ്പിളൊക്കെ അമ്മ കയ്യിൽ പിടിച്ച് വെച്ചുകൊണ്ട് വരികയാണ്. ഞാൻ അവിടെ നിന്ന് കാല് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വണ്ടിയിൽ പോയിരിക്കുക, അമ്മ വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറയണം, അമ്മ നോക്കി വാ, കൈ കാണിച്ച് പതുക്കെ വരാൻ പറഞ്ഞു. ഇവിടെ നിന്നാണ് വെജിറ്റബിൾസൊക്കെ വാങ്ങിയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ കാട്ടാക്കടയിൽ. ഓക്കെ, അപ്പം മലക്കറി വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓണത്തിന് അത്യാവശ്യം നമ്മളെല്ലാ ഓണം എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ഓണം വരെ ദൈവസഹായത്താൽ നമുക്ക് ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഹാപ്പി ആയിട്ടാണ് നമുക്ക് ആദ്യം എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി അത്യാവശ്യം എല്ലാ കൂട്ടാനും കറികളൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. ഇപ്പം ഞാനും വെക്കാറുണ്ട്. മുൻപ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ക്രൈ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ നമ്മൾ കരമന അല്ലെങ്കിൽ ആ ഒരു സിറ്റിയിലൊക്കെയാണ് ഞങ്ങൾ പോയി മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ പുതിയ ഷോറൂം തുടങ്ങിയിട്ടിപ്പം ഒരാഴ്ച അങ്ങനെ എന്തോ ആയിട്ടുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു വന്ന് വൈകിട്ട് 1-ാം ഓണത്തിൻ്റെ അന്ന് വൈകിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ വന്നിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ വീട്ടിന് അടുത്താണ് കേട്ടോ, നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, അത്ര അടുത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഈ കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രിൻറ്റും കാര്യമൊക്കെ. അപ്പോൾ ഞാൻ പറയായിരുന്നു എൻ്റെ ഷുട്ടുവിന് ഇതിട്ട് കഴിഞ്ഞ് നല്ല ഷണ്ടം ഉണ്ടാകുന്നൊക്കെ. ഷുട്ടുവിൻ്റെ മോനാണ് ലക്കി. കൊഞ്ച് വിളിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം നല്ല ഒത്തിരി ഷൂവും ക്രോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മോനാണെങ്കിൽ മോൻ പെട്ടെന്ന് വെച്ച് സൈസ് മാറി വരുന്നുണ്ട്. മോൾക്ക് കുഴപ്പമില്ല. മോൾക്ക് പൊതുവെ ഒത്തിരി ഡ്രസ്സുകൾ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് നൂലിന് കിട്ടിയപ്പോഴത്തേക്ക് അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് കിട്ടിയത്. മോന് വന്നിട്ട് കുറച്ച് കുറവാണ്. അപ്പോൾ മോന് വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സ് ഇപ്പം സൈസൊക്കെ മാറിയപ്പോഴത്തേക്ക് ഇച്ചിരി കുറവായതുള്ളതുകൊണ്ട്
അമ്മ പറഞ്ഞു എന്നാൽ അവന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഒരു കോംബോ ഓഫർ അങ്ങനെ എന്തോ ആയിരുന്നു, ഒരു 3 എണ്ണം 4 എണ്ണം അങ്ങനെ 400 സംതിങ് എന്തോ റേറ്റിൽ അങ്ങനെ മോൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും എടുക്കണ്ട, ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്ത് നമ്മുടെ മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പർച്ചേസ് നമ്മൾ അന്ന് നടത്തും. അപ്പോൾ എന്തായാലും വേണ്ട, ഇതിപ്പോൾ എടുക്കണ്ട. ഓണത്തിന് എന്തായാലും ഡ്രസ്സ് ഇപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട്. 2-3 പേരൊക്കെ നമുക്ക് ഓണക്കോടിൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടും. എൻ്റെ ഷോർട്ട് വീഡിയോ പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഡ്രസ്സൊക്കെ നമ്മളെടുത്ത് അവിടെ നമ്മൾ തിരിച്ച് യാത്രയായി. നമ്മൾ വന്ന ഓട്ടോ എന്ന് പറയുന്നത് ഒരു ലേഡി ചേച്ചിയാണ്. അപ്പം അവിടെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി നമ്മുടെ നേരെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. ബൈ.